നമുക്കും പറയുവാൻ സാധിക്കണം, നമ്മുടെ ദൈവം അവൻ എൻ്റെ ദയയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ പരിചയമാണ്, ഞാൻ ശരണമാക്കുന്നവനാണെന്ന് നമുക്കെല്ലാവർക്കും പറയുവാൻ സാധിക്കണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 144 സങ്കീർത്തനമാണ്. 15 വാക്യങ്ങളുള്ള ഈ 144 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. 1-2 വാക്യങ്ങൾ. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. ദാവീദ് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദാവീദിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് 1 ശമൂവേൽ 16 അധ്യായത്തിലാണ്. 16 അധ്യായത്തിൽ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുന്നു, ബെത്ലഹേമ്യനായ ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, അവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഇശായിയുടെ മക്കളിൽ 7 പേരെയും വിളിച്ച് ഇശായി ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവരെ ഒന്നും അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകൻ തയ്യാറായില്ല. ഇനിയും നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാട്ടിൽ കിടന്ന ദാവീദിനെ ഈ ഇശായിയുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2 ശമൂവേൽ 7 അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. അപ്പോൾ കാട്ടിൽ ആടുകളെ മേയ്ക്കുന്ന ഈ സമയത്ത് തന്നെ ദൈവം ദാവീദിനെ രാജാവായിട്ട് കണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിനെ രാജാവായിട്ട് കാണുവാൻ ഇടയായി തീർന്നത്? വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് അറിയുവാൻ സാധിക്കും. എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ദാവീദ് തൻ്റെ വഴികളിലെല്ലാം വിവേകത്തോടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ ചെന്നിടത്തെല്ലാം ദാവീദിന് ദൈവം ജയം നൽകുകയാണ്. ദാവീദ് രാജാവായതിനു ശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശൗല് നിരന്തരം തന്നെ കൊല്ലുവാൻ തൻ്റെ പുറകെ നടക്കുന്ന അവസ്ഥ, തൻ്റെ മകനായ അബ്ശാലോം തനിക്ക് പ്രതികൂലമായി, അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങളിൽ കൂടിയാണ് ദാവീദ് കടന്നുപോയത്. അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദാവീദിനിടയായി തീർന്നു. അതുമാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം വന്നപ്പോൾ, ഒരു പാപം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ അത് സമ്മതിച്ചുകൊണ്ട് താൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുവാനുള്ളൊരു മനസ്സ് ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദാണെന്ന്. അങ്ങനെ ദൈവം ദാവീദിനോട് ചേർന്ന് നടക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ സങ്കീർത്തനത്തിൽ ദാവീദിന് പറയാൻ സാധിച്ചത്, അവൻ എൻ്റെ ദയയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ പരിചയമാണെന്നൊക്കെ ദാവീദിന് പറയുവാൻ ഇടയായത് അതുകൊണ്ടാണ്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദാവീദ് യഹോവയെ ഒരു പാറയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പാറയെന്ന് പറയുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, ഇളകി മാറാത്തതാണ്. എപ്പോഴും ഏത് സമയത്ത് ഓടി വരുവാൻ, ആശ്രയിക്കുവാൻ ഈ ദാവീദിന് യഹോവയുണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് ചെന്നിടത്തൊക്കെയും ദാവീദിന് ജയം തരുവാനും ജയം കൊടുക്കുവാനും ദൈവത്തിന് ഇഷ്ടമായി. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നമ്മൾക്ക്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തർക്കും നമുക്കും പറയുവാൻ സാധിക്കണം, നമ്മുടെ ദൈവം അവൻ എൻ്റെ ദയയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ പരിചയമാണ്, ഞാൻ ശരണമാക്കുന്നവനാണെന്ന് നമുക്കെല്ലാവർക്കും പറയുവാൻ സാധിക്കണം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ ഇടയായി തീരണം. കാരണം നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമുക്കൊരാശ്രയം നമ്മുടെ ദൈവമാണ്. പാറയെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ആ ദൈവം നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നമ്മുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ആ ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് ദാവീദിനെ പോലെ നമുക്കും പറയാനിടയാകണം, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കും.